ഈ മാസത്തിലെ അവസാനത്തെ ദിവസം വർക്കിനിറങ്ങുമ്പോൾ ഹരീഷേട്ടനും പറഞ്ഞത് അതാണ്. A4 നിന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു വെള്ളം കുടിച്ചിട്ടാണ്. കാരണം ഞങ്ങൾക്ക് പോകാനുള്ളത് കൊയിലാണ്ടിക്കാണ്. നല്ല തിളച്ച വെയിൽ കൊണ്ടിട്ട് വേണം പോകാൻ. അതുകൊണ്ട് വെള്ളം കുടിക്കാത്ത നിവർത്തിയില്ല. കൊയിലാണ്ടിയിലെ വർക്ക് കഴിയുമ്പോൾ ഉച്ച കഴിഞ്ഞിരുന്ന സമയം ഹരീഷേട്ടന് നിർബന്ധത്തിനാണ് ഫുഡ് കഴിക്കാൻ കയറുന്നത്. പുള്ളിക്കാരന് ഗുളിക കഴിക്കാനുള്ളതുകൊണ്ട് ഫുഡ് കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ പുള്ളിക്ക് വേണ്ടി വെറുതെ ഇരുന്നാണ്, പക്ഷെ ഫുഡ് കൂടിപ്പോയി. പുള്ളിക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാൻ പ്രത്യേക ഒരു കഴിവാണ്. കൊയിലാണ്ടിയിലെ വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ വല്ലാണ്ട് തിളച്ചു പോയി ശരീരം. പിന്നെ എന്റെ നിർബന്ധത്തിന് ഒരു കോക്ടെയിൽ കുടിക്കാൻ വേണ്ടി കയറി. അതും പക്ഷേ ഹരീഷേട്ടന്റെ കസ്റ്റഡിയിലുള്ള സ്ഥലമായിരുന്നു. ഞാൻ ശരിക്കും രണ്ടാമത്തെ തവണയാണ് കോക്ടെയിൽ കുടിക്കുന്നത്. കുടിക്കാത്തതിന്റെ മെയിൻ കാരണം ഷുഗറാണ്. ഈ അടുത്തിടെ പക്ഷേ ഷുഗർ നോക്കാറേ ഇല്ല. കൊയിലാണ്ടിയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പോയത് SM സ്ട്രീറ്റിലേക്കാണ്. SM സ്ട്രീറ്റിന്റെ തുടക്കത്തിലുള്ള പൗച്ച് സ്റ്റുഡിയോയിൽ. അവിടുന്ന് ഒരുപാട് നേരത്തെ തെരച്ചിലിനൊടുവിൽ ഞാൻ എന്റെ 17ന് വേണ്ടിയുള്ള കേസ് കണ്ടത്. പിന്നെ SM സ്ട്രീറ്റിൽ എനിക്ക് ചെറിയൊരു പണി കൂടി ബാക്കിയുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മേടിച്ച ബെൽറ്റിൽ ഒരു ഹോൾസ് ഇടാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഞാൻ ബെൽറ്റ് ഹൗസ് നിന്നാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പോയത് ഹരീഷേട്ടന്റെ കൂടെയാണ്. ഹരീഷേട്ടൻ ഒരു സോക്സ് മേടിക്കാണ്ടായിരുന്നു. പുള്ളി ജോക്കി പോലുള്ള സാധനങ്ങളാണ് ഉപയോഗിക്കാറുള്ളത്. അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് മാറ്റിയിട്ട് AM ട്രേഡേഴ്സ് കൊണ്ടുപോയപ്പോൾ നല്ല ലാഭത്തിൽ സാധനം കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ A4 എത്തിയപ്പോൾ പെട്ടെന്ന് ഒരു കോൾ വന്നു. ഇന്നത്തെ വർക്ക് ഏതായാലും തീർന്ന സ്ഥിതിക്ക് ഞാൻ ആ കോൾ വന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. അതെ, കാലിക്കറ്റ് KSRTC സ്റ്റാൻഡിലേക്ക്. ഒരല്പസമയം കൂടി കഴിയുമ്പോൾ ഒരാൾ KSRTC സ്റ്റാൻഡിലേക്ക് എത്തും. ആളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരല്പസമയം വെയിറ്റ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ KSRTC തൊട്ടടുത്തുള്ള ഇടവഴിയിൽ വണ്ടി നിർത്തി അതിലേക്ക് പോയി. കുറച്ച് സമയം വെയിറ്റ് ചെയ്തപ്പോൾ വണ്ടി എത്തി. അതിൽ നിന്ന് കീ കൊടുത്തൊരു പാവ പുറത്തേക്ക് ചാടി. ഇന്നലെ പറഞ്ഞു വിട്ട എന്റെ അനിയത്തിയാണ്. പരിപാടിയിൽ ജയിച്ചു വന്ന സന്തോഷം മാത്രമല്ല ഈ തുള്ളിച്ചാടലിന് പിന്നിൽ. പുള്ളിക്കാരി ഈ ഓടി പോകുന്നത് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, ഇവിടുന്ന് അങ്ങോട്ട് പുള്ളിക്കാരിയാണ് വണ്ടി എടുക്കാൻ പോകുന്നത്. ആ സന്തോഷമാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. വീട്ടിലെത്തുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. സാധനം മേടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മറ്റൊരാളുടെ വരവ്. വന്നത് ആകാശത്ത് നിന്നായോണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പുള്ളി സർവ്വശക്തിയിൽ ഭൂമിയിൽ തൊടുന്നതിന് മുമ്പ് വീട്ടിലെത്താനുള്ള വ്യഗ്രതയായിരുന്നു. പിന്നെ പക്ഷെ അറിയാലോ, നമ്മൾ എന്ത് ചെയ്താലും പുള്ളി അങ്ങ് സർവജ്ഞനാവും. ഇനി മഴ തോർന്നൊലിച്ചുള്ള വിശേഷങ്ങളെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കാം.